ഈ അധ്യയന വർഷത്തെ സ്റ്റെപ്സ് സബ് ജില്ലാതല മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. സാധാ പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായി സ്റ്റെപ്സ് പരീക്ഷയില് സോഷ്യൽ സയൻസ് ടാലന്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ഇത് 6ാം ക്ലാസ്സിന്റെ കുട്ടികൾക്ക് മാത്രം എഴുതാൻ കഴിയുന്ന പരീക്ഷയാണ്. നമ്മുടെ ഒരു PSC ടൈപ്പ് ചോദ്യം തന്നെയാണ് എന്ന് വേണമെങ്കിലും പറയാം. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ട്, വിശദീകരണമുണ്ട്, അനാലിസ് ചെയ്യാനുണ്ട്, വൺ വേർഡ് ചോദ്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും ചേർന്നാണ് നമ്മൾ ഏറ്റവും മികച്ച കുട്ടിയെ, സോഷ്യൽ സയൻസിലെ ഏറ്റവും മികച്ച കുട്ടിയെ കണ്ടെത്തുന്നത്. അപ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം ഓരോ ചോദ്യങ്ങളും ഏത് മേഖലയിൽ നിന്നാണ് വന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായ ടോപ്പിക്കുകൾ കവർ ചെയ്ത് സബ് ജില്ലാതലം വിജയിച്ച് ജില്ലാതലത്തിലേക്ക് കടക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന തൊഴിലുകൾ ചെയ്യുന്നവരെ പട്ടികയിലെ തലക്കെട്ട് പ്രകാരം തരംതിരിക്കുക. അപ്പൊ 4 തൊഴിലുകൾ നൽകിയിട്ടുണ്ട്: ഡോക്ടർ, കർഷകൻ, നെയ്ത്തുകാരൻ, അധ്യാപകൻ. നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ തന്നെ നൽകിയിട്ടുണ്ട്: സേവന മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ ആരെല്ലാം, ഉൽപാദന മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ ആരെല്ലാം. അപ്പൊ ഇത് ഏത് ടോപ്പിക്കാണെന്ന് ചോദിച്ചാൽ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം 7ാം ക്ലാസ്, ഇപ്പോഴത്തെ പുസ്തകം, മാറുന്ന പുസ്തകമല്ല, ഇപ്പോഴത്തെ പുസ്തകത്തിലെ 7ാം ക്ലാസ്സില് 5ാമത്തെ ചാപ്റ്റർ എക്കണോമിക് സോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിന്റെ ഒരു ഭാഗവും കൂടെയാണത്. അപ്പൊ ഈ ഒരു പോയിന്റ് ആലോചിക്കുക, നമ്മുടെ ചുറ്റും പലതരം തൊഴിലുകളുണ്ട്. അപ്പൊ എന്താണ് തൊഴിലെന്ന് ചോദിച്ചാൽ നമുക്ക് വരുമാനം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് തൊഴിലുകൾ. ഇവിടെ കൃഷിപ്പണി, ഹോട്ടൽ ജോലി, അധ്യാപനം, ഫാക്ടറി തൊഴിൽ, സർക്കാർ ഉദ്യോഗം, ചികിത്സ, അങ്ങനെ വ്യത്യസ്തമായ തൊഴിലുകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തില് അതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ തൊഴിലുകളെ 7ാം ക്ലാസ്സില് 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഈ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരും കൂടെയുണ്ട്, അഗ്രികൾച്ചറൽ സെക്ടർ. സെക്കൻഡറി സെക്ടറിന് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും തൃതീയ മേഖലയ്ക്ക് സർവീസ് സെക്ടർ, സേവന മേഖല എന്നും പറയുന്നു. മലയാളം മീഡിയത്തിനായി അഗ്രികൾച്ചറൽ സെക്ടർ കാർഷിക മേഖല, ഇൻഡസ്ട്രിയൽ സെക്ടർ വ്യവസായ മേഖല, സർവീസ് സെക്ടർ സേവന മേഖല. അപ്പൊ തൊഴിലുകളെ അവയുടെ സ്വഭാവം അനുസരിച്ച് ഈ 3 കാറ്റഗറിയിലാണ് തിരിക്കാൻ സാധിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ ഈ ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ റെഡ് ഡോട്ടുകൾ നൽകിയിട്ടുള്ളത് ക്രിസ്മസ് എക്സാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഒരു കൂട്ടം നൽകിയിട്ട് ഇതിൽ നിന്നും ജോലികളെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആയിട്ട് ടേബിൾ ആക്കാനായിരുന്നു ചോദിച്ചത്. നമ്മുടെ സ്റ്റെപ്സ് എക്സാമിനും ഇതുപോലെ 4 തൊഴിലുകൾ നൽകിയിട്ട് അതിനനുസരിച്ച് കോളത്തിലാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആലോചിക്കുക, പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ കൃഷിയുമായി ഡയറക്റ്റ് ബന്ധമുള്ളത്, ഭൂമിയുമായി ഡയറക്റ്റ് ബന്ധമുള്ളതാണ് പ്രൈമറി സെക്ടർ. ഇപ്പൊ കൃഷി, അനുബന്ധ പ്രവർത്തനം, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, ഇതെല്ലാം നേരിട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. ദ്വിതീയ മേഖല ഒന്ന് പഠിച്ചു വെച്ചേക്കുക, അത് 3 പ്രധാനപ്പെട്ടതുള്ളൂ. വ്യവസായമാണ്, വ്യാപാരമല്ല. നോക്കിക്കോളാം, ഡിഫറൻസ് ഉണ്ട്. വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം എന്നിവ. തൃതീയ മേഖലയിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി ജനറേറ്റ് ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. എങ്കിലും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് സെക്ടറാണ്. തൃതീയ മേഖലയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതും വൺ വേർഡ് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നത് പ്രൈമറി സെക്ടറാണ്. എന്നാൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് തൃതീയ മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്, ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി എന്നറിയപ്പെടുന്നത് അഗ്രികൾച്ചർ ആണ്. അത് പ്രൈമറി സെക്ടറിൽ വരുന്നു. സർവീസ് സെക്ടറിൽ ഡോക്ടർ, നഴ്സ്, പോലീസ്, ടീച്ചർ, ബാങ്കിങ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു. ഇവിടെ ഡോക്ടർ സേവന മേഖലയാണ്, അധ്യാപകൻ സേവന മേഖലയാണ്, കർഷകനും നെയ്ത്തുകാരനും ഉൽപാദന മേഖലയിൽ ഉൾപ്പെടുന്നു. ഇനി ഇതേ ചോദ്യം നമുക്ക് USSനും പ്രതീക്ഷിക്കാം. കാരണം 6ാം ക്ലാസ്സിന്റെ ഏകദേശം ക്ലാസ്സുകൾ അവസാനിച്ച് പരീക്ഷ തുടങ്ങി. നമ്മൾ സബ് ജില്ലാതലത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതേ ചോദ്യങ്ങൾ USS പരീക്ഷയ്ക്കും ചോദിക്കാം. അടുത്ത വർഷം നമുക്ക് USS നേരിടണ്ടേ? അപ്പോൾ USS 7ാം ക്ലാസ്സിന്റെ കോമ്പറ്റീഷൻ മത്സരമാണ്. നിങ്ങൾക്ക് ഏകദേശം 5000 രൂപയോളം
തുക ലഭിക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ്, സ്കോളർഷിപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ്. അപ്പൊ അതിലെ USSന്റെ ഒരു ചോദ്യമായിരുന്നു, പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? നോക്കുക, ഖനനം, മത്സ്യബന്ധനം, ബാങ്കിങ്, കോഴി വളർത്തൽ. ഈ ഭൂമിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ് കോഴി വളർത്തൽ, മത്സ്യബന്ധനം, ഖനനം എന്നിവ. ഇതിൽ പെടാത്തതാരാണ്? ബാങ്കിങ് ആണ്. ബാങ്കിങ് സർവീസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. മറ്റൊന്ന്, ബേക്കറി യൂണിറ്റ് ഓഫ് കുടുംബശ്രീ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. USS 2021 ചോദ്യമാണ്. ഇത് സെക്കൻഡറി സെക്ടർ എന്നാണ് ആൻസർ കീയിൽ നൽകിയിട്ടുള്ളത്. ബേക്കറി യൂണിറ്റ് ഓഫ് കുടുംബശ്രീ സർവീസ് സെക്ടർ അല്ല, സെക്കൻഡറി സെക്ടർ ആണ്. ബേക്കറി യൂണിറ്റ് ഓഫ് കുടുംബശ്രീ സെക്കൻഡറി സെക്ടർ ആണ് ആൻസർ കീയിൽ നൽകിയിട്ടുള്ളത്. മറ്റൊരു ചോദ്യം, USSന്റെ മറ്റൊരു വർഷത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രാഥമിക മേഖലയിൽ പെടുന്ന സാമ്പത്തിക പ്രവർത്തനം. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് കോഴി വളർത്തൽ നമ്മൾ നേരത്തെ കണ്ടു, ഭൂമിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മാത്രമാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത്. ഫ്ലാറ്റ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം എന്നിവ ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഊബർ ടാക്സി സർവീസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഓക്കെ, അധ്യാപകർ, ഇത് ഈ ചോദ്യം സ്റ്റെപ്സിന് ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉള്ളതാണ്. ടീച്ചിങ് ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? ടീച്ചിങ്, ബാങ്കിങ് മുതലായവ ടെർഷറി സെക്ടറിൽ ഉൾപ്പെടുന്ന ജോലി ആണ്. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുന്നു. നമ്മൾ പഠിച്ച ടോപ്പിക്ക് തൊഴിലുകളെ തരംതിരിക്കാമെന്നുള്ളതാണ്. ഈ തൊഴിലുകളെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നിങ്ങനെയാണ് തിരിക്കുന്നത്. പ്രൈമറി മീൻസ് കാർഷിക മേഖല, സെക്കൻഡറി വ്യവസായ മേഖല. ഈ പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ കൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് സെക്കൻഡറി സെക്ടർ. ഇപ്പോ തേയില എന്ന് പറയുന്നത്, അതിന്റെ ഇല അല്ലെങ്കിൽ അതിന്റെ കൃഷി പ്രൈമറി സെക്ടറിലും അടുത്ത ഉൽപാദന മേഖലയിലോട്ട് പോകുമ്പോൾ അത് സെക്കൻഡറി സെക്ടറിലോട്ടും വരുന്നുണ്ട്. ടെർഷറി സെക്ടർ ആണ് സർവീസ് സെക്ടർ എന്നറിയപ്പെടുന്നത്, സേവന മേഖല എന്ന് അറിയപ്പെടുന്നത്. ഈ ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും, USSന് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് ധാരാളം തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ആലോചിക്കുക, ഓർത്തിരിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം നമ്മൾ തുടർന്ന് ബാക്കിയുള്ള ചോദ്യങ്ങളും ഇതുപോലെ സ്റ്റെപ്സിന്റെ ചോദ്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത് USS പരീക്ഷയ്ക്കും നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. USS സ്റ്റെപ്സ് മുതലായ കോമ്പറ്റീഷൻ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്ക് കൂടി ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. USSന്റെ മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, തിരുവിതാംകൂറിൽ ആദ്യമായി സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആര്? പാഠപുസ്തകത്തിലൊന്നും പ്രത്യേകിച്ച് ഇല്ല, പറയുന്ന ഒരു ടോപ്പിക്കിൽ ഇല്ല, 7ന്റെയിലൊന്നും പഠിക്കാനില്ല. തിരുവിതാംകൂറിൽ ആദ്യമായി സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് റാണി ഗൗരി പാർവതിഭായി ആണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചത് റാണി